ഹലോ ഹാപ്പിനെസ് ലിസണേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വിസ്ഡം ടോക്ക്, ഹാപ്പി ലൈഫ് ടോക്ക് ആൻഡ് സ്പിരിച്വൽ ടോക്ക്. സോ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്ന കണ്ടൻറ്റ് വിസ്ഡം ടോക്സിലെ സെൽഫ് ലവിനെ കുറിച്ചാണ്. സെൽഫ് ലവിൽ എന്താണ് സെൽഫ് ലവ് എന്നതും, അതുപോലെ നമുക്ക് സെൽഫ് ലവ് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു പാർട്ടാക്കാമെന്നും, അതുപോലെ സെൽഫ് ലവിൻ്റെ പ്രാധാന്യം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള നല്ലൊരു ഡീറ്റെയിൽ ആയൊരു വീഡിയോ ആണിത്. അപ്പം വീഡിയോ കംപ്ലീറ്റ് ആയി കാണുക. അതുപോലെ തന്നെ ഞാൻ ഒരു പേഴ്സണൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട്, ഫാമിലി ലൈഫ് റിലേറ്റഡ്. അപ്പം ഞാൻ എൻ്റെ മെയിൽ ID ഇതിലോട്ട് കൊടുക്കുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഒരു കൗൺസിലിംഗ് എന്തെങ്കിലും സെഷൻ വേണമെന്നുണ്ടെന്ന് വെച്ചാൽ ആ മെയിലിൽ ജസ്റ്റ് പിങ് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു ചെറിയൊരു മെയിൽ, ജസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഒരു ചെറിയൊരു മെയിൽ അയച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പം സോ ദാറ്റ്സ് ഓൾ. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സോ സെൽഫ് ലവ്, അയ്യോ ഇന്നത്തെ ദിവസം വെറുതെ ആയല്ലോ, എന്തൊക്കെ പ്ലാനായിരുന്നു, ഒന്നും നടന്നില്ല, അത് ചെയ്യണം ഇത് ചെയ്യണം. ഫൈനലി ഡേ അങ്ങോട്ട് തീർന്നു. ഇങ്ങനെ ഒരുപാട് പാളിച്ചകൾ വന്ന ആൾക്കാരല്ലേ നിങ്ങൾ? എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങളൊക്കെ? ശരി, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ കാരണമാണ് ഫോക്കസ് കിട്ടുന്നില്ല എന്ന്. നമുക്ക് ഫോക്കസ് കിട്ടണമെങ്കിൽ നമ്മുടെ ചിന്തകൾ വളരെ കൂടുതലായിരിക്കും. പാലിൻ്റെ ബില്ലടച്ചില്ല, മറ്റത് അവിടെ പോയില്ല, ഇത് വാങ്ങിച്ചില്ല, അത് വാങ്ങിച്ചില്ല അല്ലേ, അങ്ങനെ ഒരു 100 പ്രശ്നങ്ങൾ. ഈ 100 പ്രശ്നങ്ങളിടക്ക് നമുക്ക് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ഇമ്പോസിബിൾ ആണല്ലേ. പക്ഷെ അത് പോസിബിളാണ് എന്ന് നമ്മുടെ മനസ്സ് പോസിബിൾ ആണ് എന്ന് പറയുന്നു, അവിടെ നമ്മൾ വിജയിച്ചു. കാരണം ലൈഫിൽ ഇമ്പോസിബിൾ ആവാത്ത ഒരു കാര്യമില്ല. എവിടെ നോക്കിയാലും നമ്മൾ മനസ്സിന് ഇല്ല, എനിക്കിത് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഡു ഇറ്റ്, ഇറ്റ്സ് പോസിബിൾ എന്ന് പറയുമ്പോഴാണ് അവിടെ നമുക്കൊരു ഇൻസ്പിറേഷൻ വരും അല്ലേ. അപ്പം മൈൻഡിനെ ആദ്യം പറയേണ്ടില്ല, ഞാൻ എന്തായാലും ഇത് ചെയ്തിരിക്കും, വാട്ട് എവർ ഹാപ്പൻസ് ഐ വിൽ കംപ്ലീറ്റ് ഇറ്റ് ടുഡേ. ഓക്കെ, അങ്ങനെയുള്ളൊരു പോസിബിൾ മെൻറ്റാലിറ്റി അത് ക്രിയേറ്റ് ചെയ്യണം. അതത്ര പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതിനുള്ള ഫസ്റ്റ് പടിയാണ് സെൽഫ് ലവ്. സെൽഫ് ലവ് നമുക്ക് പല രീതിയിൽ ബിൽഡ് ചെയ്യാം. ഒന്നെന്ന് വെച്ചാൽ നമുക്ക് അഫർമേഷനിലൂടെ, ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ ഹാപ്പിയാണ്, ഐ എം ഡിസയറിങ് ലവ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള കുറച്ച് അഫർമേഷൻസ് ഇത് നമുക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ നോക്കി കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു മാർഗ്ഗമാണ് മെഡിറ്റേഷൻ, സെൽഫ് ലവ് മെഡിറ്റേഷൻ ഫോർ 21 days. പേഴ്സണലി ഞാൻ ചെയ്യുന്നത് സെൽഫ് ലവ് മെഡിറ്റേഷൻ ഫോർ 21 days എന്നുള്ള ഒരു മെഡിറ്റേഷനാണ്. അതിൻ്റെ ആവശ്യക്കാർക്ക് ജസ്റ്റ് DM ചെയ്താൽ ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചുതരാം. അതൊരു 21 days നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, അത്രത്തോളം മാറ്റങ്ങൾ വരും. ലൈവ് എക്സാമ്പിളാണ് ഇവിടെ ഇരിക്കുന്ന ആൾ. ഓക്കെ, അപ്പം വളരെ നമ്മളെ വിശ്വസിക്കാൻ കഴിയാത്തത്, അയ്യോ ഞാൻ എത്രയോ കാലം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കും പിന്നീട് നിങ്ങളെ ജീവിതത്തിൽ കാണാം. ഇറ്റ്സ് എ ലൈവ് എക്സാമ്പിൾ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, അത്ര പക്കയായിരിക്കും. അതും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമുക്ക് പ്ലാനിങ് സൂപ്പറായിട്ടായിരിക്കും വരാം. അപ്പോൾ അതാണ് ഫസ്റ്റ് പടി. ഏതാണ്? സെൽഫ് ലവ് മെഡിറ്റേഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഓക്കെ, അപ്പോൾ ഈ സെൽഫ് ലവ് മെഡിറ്റേഷൻ 21 days ചെയ്യുമ്പം അവിടെ നമ്മളൊരു ഹാബിറ്റ്സ് ഫോം ചെയ്യണം. ആ ഹാബിറ്റ് എന്താണ്?
സെൽഫ് ലവ് മെഡിറ്റേഷൻ. അപ്പം നമ്മൾ അവിടെ ഒരു ഹാബിറ്റ് ഫോം ചെയ്തു, സെൽഫ് ലവ്, നാം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങി. ഇനി നെക്സ്റ്റ് കാര്യമാണ് നമ്മുടെ ഹാബിറ്റ്സിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. അതൊന്നുകൂടി ഞാൻ ആഡ് ചെയ്യാം. എന്തെങ്കിലും ഒരു പുതിയ ഹാബിറ്റ് ഫോം ചെയ്യാം. പക്ഷേ ഹാബിറ്റ് ഫോം ചെയ്യുന്നതിൻ്റെ നമ്മുടെ ഗോളിന് കണക്റ്റഡ് ആയിരിക്കണം. ഇനി എന്താണ് ഗോൾസ് പറഞ്ഞാൽ, നമുക്ക് ജീവിതത്തിൽ പല രീതിയിൽ എത്തണമെന്നുണ്ടാവും, പല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടാവും. ഇനി വ്യക്തമുള്ള ഒരാൾക്കാരാണെങ്കിൽ അവർക്കുള്ള ടിപ്പ് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. പക്ഷേ ഇനി ഇല്ല, എനിക്ക് എൻ്റെ ഗോൾ എന്തെന്ന് അറിയില്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യണം, എന്താണ് എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് അറിയാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ അതിനുള്ള ഒരു കാര്യമാണ് പാഷൻ ടെസ്റ്റ്. പാഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതിപ്പം പൊതുവെ ഒരുപാട്, ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് പാഷൻ ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ആ പാഷൻ ടെസ്റ്റിലൂടെ നിങ്ങളെ ടാലൻസിനെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടാലൻസ് മനസ്സിലാക്കിയ ശേഷം അതാണ് നമ്മുടെ പാത്ത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സിംഗറാണ്, പക്ഷേ അത് നിങ്ങളൊരു എക്സാക്ട്ലി ഇതാണ് എൻ്റെ പാഷൻ എന്നുള്ള രീതി നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. പക്ഷേ എപ്പോഴൊക്കെയോ സിറ്റുവേഷൻസ് വരുമ്പം കൂട്ടുകാർ പറയും, എടാ ഒന്ന് പാടുമോ, അല്ലെങ്കിൽ എടി ഒന്ന് പാടുമോ, നിൻ്റെ വോയിസ് എന്ത് ബ്യൂട്ടിഫുള്ളാന്ന് പറയുമ്പം അപ്പോൾ ഉള്ള നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും, നമ്മളത് പാടും. പിന്നെ അതിന് ശേഷം ബാക്ക് ടു നോർമൽ അല്ലേ. അപ്പം ഒരു സിംഗറെ സംബന്ധിച്ച് അവനോ അല്ലെങ്കിൽ അവളോ ഒരു പാട്ടുകാരി ആവണം എന്ന് ചിലപ്പം ഏതോ ഒരു കാലത്തെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം സിറ്റുവേഷൻ വന്നപ്പോൾ അതങ്ങോട്ട് മറന്നുപോയി അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ഏതൊക്കെ കാര്യത്തിലാണോ ഇഷ്ടമുള്ളത് അതാണ് നമ്മുടെ പാഷൻ. ആ പാഷൻ തിരിച്ചറിഞ്ഞ ശേഷം നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുക, അതിനുള്ള അടുത്ത സ്റ്റെപ്പാണ് പ്ലാനിങ്. ഇനി പ്ലാനിങ് എന്ന് വെച്ചാൽ എല്ലാവരും തലയിൽ അയ്യോ പ്ലാനിങ്ങോ എന്ന് പറഞ്ഞ് തലയിൽ കൈവയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പ്ലാനിങ് എന്ന് വെച്ചാൽ ഒരുപാട് എലാബറേറ്റ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ ആരും. പക്ഷേ പ്ലാനിങ് ചെയ്യണം. എവറി സ്റ്റെപ്പ് ഈസ് ഈക്വൽ ടു എ ബിഗ് മൈൽ സ്റ്റോൺ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഗോള്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഗോള്, ഇപ്പം എനിക്കൊരു വീട് വെക്കാം, അതൊരു ഗോളല്ലേ അല്ലേ, നമ്മുടെ ഒരു ലക്ഷ്യമല്ലേ അല്ലേ, ഒരു ആഗ്രഹവും നമ്മുടെ ഗോളാണ്. ഒരു വീട് വെക്കുക. അപ്പോൾ വീട് വെക്കുന്നതിന് പ്ലാനിങ് വേണം, നമുക്ക് ഇൻറ്റീരിയർ നോക്കണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, ഏത് സ്ഥലം നോക്കണം, അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ഉണ്ട് അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഒരു സർക്കാർ ജോലിക്ക് അപേക്ഷിക്കുകയാണ്, അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നോക്കണം. ഏത് പോസ്റ്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ അത് നോക്കണം. ഏത് സർക്കാർ ജോലിക്കാണ് കൂടുതൽ സാലറി ഉള്ളത്, മുൻതൂക്കം ഉള്ളത് എന്നെല്ലാം വെച്ചിട്ട് അങ്ങനെ ഓരോ മേഖലയിൽ അതിനനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നിങ്ങളുടെ ഗോൾസ് അതേ രീതിയിൽ പ്ലാൻ ചെയ്യാം. ഇനി പ്ലാൻ ചെയ്ത ശേഷം അത് എക്സിക്യൂട്ട് ചെയ്യാൻ, അത് വർക്കൗട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണെന്നുള്ളതാണ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയത്. പക്ഷേ അത് വളരെ ചുരുക്കമാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. മൈക്രോ ആക്കി, ഒരു കുഞ്ഞാക്കിയിട്ട് മൈക്രോ ആക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, അങ്ങനെ ചെയ്ത് നമ്മൾ ഡെയിലി ട്രാക്ക് ചെയ്യുക. ഇന്ന് ഞാൻ എൻ്റെ ഗോള് എത്ര ട്രാക്ക് ചെയ്തു, ഞാൻ എന്തെല്ലാം ചെയ്തു, ഒരു പെർസെൻറ്റേജ്, ഒരൊറ്റ പെർസെൻറ്റേജ് ചെയ്താൽ മതി, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അറ്റ്ലീസ്റ്റ് ഞാൻ ഇത്ര ചെയ്തു അല്ലേ, ഐ ഡിഡ് ദിസ് മച്ച്. ജസ്റ്റ് റിവാർഡ് യു, നിങ്ങൾ റിവാർഡ് ചെയ്യുക സ്വന്തം. വെൽ ഡൺ, കീപ്പ് ഇറ്റ് അപ്പ്. കാരണം ബാക്കിയുള്ളവർ പറയില്ല, എടാ നീ ഇത്ര ചെയ്തില്ലേ എന്ന് അറിയില്ല. അവിടെയാണ് നമ്മൾ സെൽഫ് ലവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. നാം എപ്പോഴാണ് സെൽഫ് ലവ് നമ്മുടെ ജീവിതത്തിൽ ഒരു പാർട്ടാക്കുന്നതോ അപ്പം നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുന്നതിലൂടെ
നമ്മുടെ എന്ത് ചെറിയൊരു കാര്യമായാലും നമ്മൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. വെൽ ഡൺ, നീ നന്നായി ചെയ്തു എന്ന് പറയും. അപ്പം അതിൻ്റെയാണ് ഒരു സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സെൽഫ് ലവിൻ്റെ പ്രാധാന്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഹാപ്പിയോടെ പീസ്ഫുള്ളായി ലൈഫ് എൻജോയ് ചെയ്യുക. അപ്പം നാളെ അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് വരുന്നതാണ്. സോ ടിൽ ദെൻ, താങ്ക് യു, ലവ് യു ഓൾ, സൈനിങ് ഓഫ്. താങ്ക് യു.